നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, ക്യുമൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. പുരുഷന്മാരിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഇ.ഡി എന്ന് പറയും. അതുപോലെ തന്നെ അവരിൽ പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനും കൂടുതലായിട്ട് കാണിക്കാറുണ്ട്, ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ. അപ്പം ഈ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ 80% വരാനുള്ളൊരു റീസൺ ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് ഉള്ള പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു പ്രശ്നമാണിത്. അപ്പം നിങ്ങൾ വളരെ യങ് ഏജിലിരിക്കുന്ന ആളുകളൊക്കെയാണ്, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡയറ്റ് എടുത്ത് നല്ലൊരു എക്സസൈസ് ചെയ്തിട്ട് മെഡിസിനൊക്കെ പ്രോപ്പറായിട്ട് കഴിച്ച് ആ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. കുറച്ചൊരു ഏജ് എത്തിയിട്ടുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ അവർക്കിത് കുറയും, പക്ഷെ കുറച്ചധികം സമയം എടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മെയിനായിട്ട്, ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നല്ലൊരു ഡയറ്റിലാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇറക്ഷൻ പ്രോബ്ലംസ് കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. കാരണം ഡയബറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു ബ്ലഡ് ഫ്ലോനെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തചംക്രമണം നടക്കുന്നില്ല ഇത് കൂടുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പം പലരെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അറ്റാക്കൊക്കെ വരുന്നതിന് മുൻപായിട്ട് പല പുരുഷന്മാരിലും ഈ ഒരു പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷേ അവർ അത്ര അതങ്ങോട്ട് പുറത്ത് പറയണമെന്നില്ല, കാരണം അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് അവർ പുറത്ത് പറയില്ല. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുന്ന സമയത്തൊക്കെ അവർക്ക് ഈ ഒരു അറ്റാക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ പലരും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ രണ്ട് രീതിയിലായിട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. എല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുന്നു, നമുക്ക് വണ്ണം വയ്ക്കുന്നു, ഇതൊക്കെ തന്നെയാണ് ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ അതിനുള്ള പ്രോപ്പർ കെയർ കൊടുത്തു, ഡയറ്റ് എടുത്ത് അതൊന്ന് കൺട്രോളിലോട്ട് കൊണ്ടുവരിക. അപ്പം അത് നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്നതും എല്ലാം തന്നെ കുറയും. നമുക്ക് മറ്റുള്ള സൈഡ് എഫക്ട്സ്, ഇപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കോംപ്ലിക്കേഷൻസ് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഇറക്ഷൻ പ്രോബ്ലം വരാൻ ഒരുപാട്, അത് മെൻ്റലി നമ്മളിപ്പം മൈൻഡ് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം. നമ്മൾ എടുത്തു വരുന്ന കേസസ് പറയുന്നത്, ഇപ്പം വൈഫുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മറ്റെന്തെങ്കിലും ടെൻഷൻ മൈൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നു. ചില ആളുകൾക്ക് ഒരു തവണ ഈ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടും തന്നെ അവർക്ക് തിരികെ ആ ഒരു വരുന്നില്ല, ആ ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ താല്പര്യക്കുറവായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ലീഡ് ടു ലെസ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് ബോഡിയിൽ കാണിക്കുക, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിൻ്റെയൊക്കെ ഇംബാലൻസ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് കുറയ്ക്കും, ആളുകളിൽ താല്പര്യക്കുറവ് കാണിക്കാറുണ്ട്. അങ്ങനെ പല റീസൺസ് ഉണ്ട്. നമ്മുടെ ഞരമ്പിന് വരുന്ന അസുഖങ്ങളുണ്ട്. ഞരമ്പിന് വരുന്ന അസുഖങ്ങളിൽ ആളുകളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രെസ്സ്, ടെൻഷൻ, ഡിപ്രഷൻ, ഇത്തരം മോഡിലൂടെ കടന്നു പോകുന്ന ആളുകൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തന്നെ എന്തിലോട്ട് ലീഡ് ചെയ്യാറുണ്ട്, ഇറക്ഷൻ പ്രോബ്ലത്തിലോട്ട് ലീഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നടുവിന് വരുന്ന വേദന, നടു അടിച്ചു വീണ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം അതൊക്കെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. നമ്മൾ താഴോട്ട് പോകുന്ന ഞരമ്പുകൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ, ക്ഷീണം ബാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരാം. അപ്പം പുരുഷന്മാരൊക്കെ ആണെങ്കിൽ നമ്മുടെ സർക്കുലേഷനും കൂട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, നല്ല രീതിയിൽ ഭക്ഷണ ക്രമീകരണം, റെഡ് മീറ്റ് പോലുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, പച്ചക്കറികൾ, ഫ്രൂട്ട്സുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. ബോഡി ഹീറ്റ് ആവുന്ന ആളുകളുണ്ട്, പെട്ടെന്ന് ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ബോഡി, അവർക്ക് പ്രിമച്വർ ഇജാക്കുലേഷൻ കോമൺ ആണ്. അതായത് ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പം അവർ നന്നായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കുക്കുംബർ കഴിക്കുക, തണ്ണിമത്തൻ കഴിക്കുക, വെള്ളം കുടിക്കുക, നമ്മുടെ ഉലുവനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് മല്ലിയാണ്. മല്ലി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുക, അതൊക്കെ ഫോളോ ചെയ്യുന്നതൊക്കെ തന്നെ അവർക്ക് ഈ ബോഡി ഹീറ്റ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ബോഡിയിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇറക്ഷൻ പ്രോബ്ലത്തിന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം മെഡിസിൻസ് കഴിക്കുകയല്ല വേണ്ടത്. നല്ലൊരു ഡയറ്റ് എടുത്ത് എക്സസൈസ് ചെയ്ത് ബോഡി ഫിറ്റാക്കുക, ബോഡി കുറച്ചും കൂടി ഓക്കെ ആക്കുക, മെൻ്റൽ സ്ട്രെസ്സ്, മൈൻഡിന് വരുന്ന ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് വല്ലാതെ അഡിക്ഷൻ വീഡിയോസിനോട്, അതുപോലെ തന്നെ മാസ്റ്റുർബേഷനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരിലും ഈ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പം അതൊക്കെ അവർ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ വൈഫുമായിട്ടുള്ളൊരു ബന്ധം, നമ്മളെ ഭാര്യയോടുള്ളൊരു ബന്ധം നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. എല്ലാവർക്കും നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ കുറച്ചും കൂടി അടുക്കും വൈഫുമായിട്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചും കൂടി
ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ ഇപ്പം ഈ ഒരു ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള കണ്ടീഷൻസിനൊക്കെ അശ്വഗന്ധ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു കടയിൽ ചെന്നിട്ട് വെറുതെ വാങ്ങി കഴിക്കരുത്. നമുക്കിതിൻ്റെ ഡോസൊക്കെ കൂടിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമേ യൂസ് ചെയ്യുക. അതിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രിമച്ചുർ ഇജാക്കുലേഷൻ ഉണ്ടെങ്കിൽ ത്രിഫല ചൂർണം വിത്ത് മിൽക്ക്, പാലിൻ്റെ കൂടെ ത്രിഫല ചൂർണം എടുക്കുന്നത് നല്ലതാണ്. അത് ഈ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. പക്ഷേ ഇതൊക്കെ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളായിട്ട് നിൽക്കുന്ന ആളുകളാണ്, ഒരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.